ഡോക്ടർ മോഹൻ വർഗീസ് സ്വാഗതം. നമുക്കറിയാം കേരളത്തിലെ ഒരു ഇലക്ഷൻ അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. പ്രചാരണങ്ങൾ ഇന്ന് കൊട്ടിക്കലാശം തന്നെയാണ്. ഏറ്റവും ആദ്യത്തെ ഒരു ചോദ്യം അങ്ങോട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ വി.ഡി. സതീശന്റെ ഒരു അപാരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഈ അല്പം മുമ്പ് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ 100+ സീറ്റ് അല്ലെങ്കിൽ 100 സീറ്റ്, ആ ഒരു കോൺഫിഡൻസ് വി.ഡി. സതീശന് എവിടെ നിന്ന് ലഭിക്കുന്നു? ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു തരംഗം ഉണ്ടെങ്കിൽ ഉറപ്പായി 90-100 സീറ്റുകൾ എന്നത് സാധ്യമാകും. പക്ഷെ ഉപരിതലത്തിൽ അങ്ങനെ ഒരു വൻ തരംഗം, UDF അനുകൂലമായ ഒരു വൻ തരംഗം ഇപ്പൊ ലഭ്യമല്ല, അല്ലെങ്കിൽ അത് ദൃശ്യമല്ല. പക്ഷെ അതിനുള്ള സാധ്യത പക്ഷേ പൊട്ടിക്കപ്പെ ബ്രേവ് ഫേസ് വി.ഡി. സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്നെ പഠിച്ചോളൂ. ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു. ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞപ്പോൾ മുൻപ് തന്നെ വി.ഡി. സതീശൻ പറഞ്ഞു, ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായി പറയുന്നു, UDF സ്ഥാനാർത്ഥി ജയിച്ചു വരും, ഇല്ല എങ്കിൽ നിങ്ങൾ എല്ലാ പഴിയും എന്റെ മേൽ ഇട്ടുകൊള്ളൂ, പരാജയത്തെടുക്കും. ഇതൊരു ധൈര്യമാണ്. സാധാരണ നേതാക്കന്മാർ എങ്ങും തൊടാനുള്ള വർത്തമാനമാണ് പറയുന്നത്. പക്ഷെ വി.ഡി. സതീശൻ അതിൽ നിന്നും വ്യത്യസ്തമായി, അതുകൊണ്ട് വ്യത്യസ്തതയുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന ഒരു പ്രതിച്ഛായ, മറ്റുള്ളവരൊക്കെ ഒരു സേഫ് റേഞ്ച്, രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ വേണുഗോപാലും ഒക്കെ സേഫായി കാര്യങ്ങൾ പറയുമ്പോൾ സതീശൻ ഒരു ഫൈറ്റർ ഇമേജിലേക്ക് വരികയാണ്. ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സതീശന്റെ ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ UDF ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം പ്രധാനമായും മൈനോറിറ്റി വോട്ടാണ്. പലപ്പോഴും നമുക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. എന്തുകൊണ്ട് ശബരിമല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ശബരിമല വിവാദം ആളിക്കത്തിക്കുന്നതിന് പകരം, സ്വർണ്ണക്കൊള്ള ക്യാഷൻ ചെയ്ത് വോട്ടാക്കി മാറ്റുന്നതിന് പകരം എന്തുകൊണ്ട് വലിയ രീതിയിൽ ഡീൽ വിവാദം, ഈ BJP CPM ഡീൽ വിവാദം ഉയർത്തി എന്ന ചോദ്യം, അതിനുള്ള കൃത്യമായ ഉത്തരം ഇതാണ്. കൃത്യമായും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കൺസോളിഡേഷൻ, ഏകീകരണം UDF അനുകൂലമായ. അപ്പൊ BJPയിലേക്ക് ഒരിക്കലും പോകില്ല. ഇടതുപക്ഷത്തേക്ക് പോകാൻ എന്തെങ്കിലും വിദൂര സാധ്യതയുള്ള ശരാശരി മുസ്ലിം വോട്ട്, അതിനെ UDF ഉറപ്പിച്ചു നിർത്തുക എന്നതിന്റെ ഒരു വലിയ ഒരു സാധ്യത കണ്ടു. അതുകൊണ്ടാണ് ഈ UDF ഒരു 100 സീറ്റ് പ്രൊജക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി വരുന്നത് വടക്കൻ കേരളമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വയനാട് 3 സീറ്റ് ഇടാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. മലപ്പുറത്ത് 16 സീറ്റുകൾ ഉള്ളതിൽ മഹാഭൂരിപക്ഷം 14-15 സീറ്റുകൾ വരെ UDF ലഭിക്കേണ്ടതാണ്. ഈ ഒരു വേവ് ഫോർമേഷനിൽ തൃശൂർ ജില്ലയിൽ പോലും അതിനുള്ള അനുരണങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് കണ്ണൂരെ ഇടത് ശക്തി ദുർഗങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ണൂര് ഒരുപക്ഷെ 3 മണ്ഡലങ്ങളിൽ, ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ UDF ജയിച്ചു വരാൻ സാധിക്കും. അത് പരമ്പരാഗതമായുള്ള ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. പുതിയ കേന്ദ്രങ്ങൾ തുറക്കാൻ കഴിയുമെങ്കിൽ അവിടെയും ഉഗ്രൻ പോരാട്ടമാണ് നടക്കുന്നത്. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മത്സര രംഗത്ത്, എന്തൊരു തൃക്കരിപ്പൂർ പോലും ഈ നല്ല മത്സരമാണ് നടക്കുന്നത്. LDF ജയിച്ചു വന്നേക്കാം, പക്ഷേ അതിശക്തമായ മത്സരം നടക്കുന്നത്. അപ്പം മലബാർ മേഖല ഇളക്കി മറിക്കുന്ന UDF അവസാന നിമിഷം, ഇപ്പോഴത്തെ കൊട്ടിക്കലാശത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് കൊട്ടിക്കലാശമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പരസ്യ പ്രചരണമില്ല. ആ ഒരു സമയത്തെ UDF അനുകൂലമായ വടക്കൻ കേരളത്തിലൊരു മൈൻഡ് സെറ്റും, മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഒരു പ്രഭവ കേന്ദ്രമാണല്ലോ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ, എറണാകുളം ജില്ലയുടെ ഭാഗം. അത് എറണാകുളം ജില്ല പരമ്പരാഗതമായി UDF ശക്തി കേന്ദ്രമാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ ശക്തി കേന്ദ്രമായിരുന്നുവെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDF പത്തനംതിട്ട പൂർണ്ണമായി തുണച്ചത്. കോട്ടയം ജില്ലയിലും മാണി ഗ്രൂപ്പിന്റെ ചിറകിലേറി ഇടതുപക്ഷം കാര്യമായ നേട്ടമുണ്ടാക്കും. പക്ഷെ ഇപ്രാവശ്യം അവിടെയും മാറ്റമുണ്ടാകും എന്നതാണ്. 90-ലേക്കോ 100-ലേക്കോ സതീശൻ നമ്പർ പറയുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു നിർണായക ഫാക്ടർ ആകുന്നത് ന്യൂനപക്ഷം. നോക്കൂ, കേരളത്തിന്റെ ജനതയുടെ ഏതാണ്ട് 53-54% മാത്രം പോപ്പുലേഷൻ. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 18% വരും. മുസ്ലിം പോപ്പുലേഷൻ 27% വരും. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരു സൈസബിൾ നമ്പറാണ്. ഒരു ഡോമിനന്റ് മൈനോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ രീതിയിലുള്ള വലിയ മേൽക്കോയ്മ ലഭിക്കാൻ സാധ്യതയില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, അത് FCRI ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചെറിയ ഒരു ഡെന്റ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതും മധ്യ കേരളത്തിൽ UDF അനുകൂലമായി വരാനുള്ള സാധ്യത. BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും UDF സ്വാംശീകരിക്കാൻ സാധിക്കും. പക്ഷെ തെക്കൻ കേരളം ഇടതുപക്ഷത്തിന്റെ കോട്ടയായി തന്നെ നിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇടതുപക്ഷത്തിന്റെ സാമാന്യം ശക്തമായ തേരോട്ടം ഇപ്പോഴും കാണാം. ആലപ്പുഴയിൽ സുധാകരൻ എഫക്ട് അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. ഹരിപ്പാട്, ചെന്നിത്തല
അതുപോലെ 1-2 മണ്ഡലങ്ങൾ, അതിൽ കൂടുതൽ പ്രതീക്ഷ UDF വയ്ക്കേണ്ടതില്ല. മൊത്തം നോക്കുമ്പോൾ UDF അനുകൂലമാകുന്ന ഒരു വൻപൻ തരംഗം ഇപ്പോൾ ലഭ്യമല്ല എങ്കിലും, സാധ്യമല്ല എങ്കിലും, ഒരുപക്ഷെ ഇപ്പോൾ ദൃശ്യമല്ല എങ്കിലും അണ്ടർലൈൻ സ്പിരിറ്റ് നമുക്കറിയാനൊക്കില്ല. ഇപ്പോൾ പരാപരം മത്സരവും UDF ചെറിയ മേൽക്കൈയും എന്ന നിലയിലാണ് ഈ നിമിഷം അവസാനിക്കുന്നതെങ്കിൽ സൈലന്റ് ഒരു ബ്രൂവിംഗ് അപ്പ്, സൈലന്റ് വെയിവ്, അതിനുള്ള എല്ലാ സാധ്യതയും ഒരുപക്ഷെ തള്ളിക്കളയാനാവില്ല. കൊണ്ടാവാം UDF ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിക്കുന്നു. അവരും ഈ തുടർ ഭരണം, ഒരു പിണറായി 3.0 അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷം ഒരു നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിന്റെ ചില അലയൊലികളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച്. പക്ഷേ ഈ LDF ഒരു കോൺഫിഡൻസ്, വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും എന്നൊരു LDF കോൺഫിഡൻസിന്റെ ഒരു രഹസ്യം എങ്ങനെയാണ്? ഈ ഭരണവിരുദ്ധ വികാരം UDF ഉണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തെ അവർ എങ്ങനെയാണ് അവർക്ക് ഒരു ഓവർകം ചെയ്യാൻ സാധിക്കും? കൃത്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ LDF പ്രചാരണം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവർ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒന്ന് ഓവർകം ചെയ്ത് മറികടന്ന് ഒരു മൂന്നാം ഭരണം അവർ അത് പ്രതീക്ഷിക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്. ഈ 3 കാര്യങ്ങളാണ് LDF പ്രതീക്ഷിക്കുന്നത്. അത് 3ഉം ഒരേ അനുപാതത്തിൽ വന്നെങ്കിൽ മാത്രമേ LDF ശക്തമായ സാധ്യതയുള്ളൂ. ഒന്ന് സ്റ്റെബിലിറ്റി എലമെന്റ് ആണ്. LDF മാത്രമാണ് ഭരണസ്ഥിരത കൊടുക്കാൻ കഴിയുന്നത്. ഒരു വിപത്ത് വരുമ്പോൾ, പ്രകൃതി ദുരന്തമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളായിക്കൊള്ളട്ടെ, കോവിഡും മഹാമാരികളും അതുപോലെ വെള്ളപ്പൊക്കങ്ങളും ഒക്കെ അതിജീവിച്ച കേരളം, അതിന് സാധ്യമായത് ഇടതുപക്ഷം നേതൃത്വം നൽകിയ ആ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ. അതാണ് ഒരു ഡയമെൻഷൻ. അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2, ഇടതുപക്ഷത്തിന്റെ ഒരു ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും. അത് ഈ ക്ഷേമ പദ്ധതികൾ തീർച്ചയായും 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇതെല്ലാം ഒന്നും ഇടതുപക്ഷ വോട്ടാവില്ല. പക്ഷെ കേരളത്തിന്റെ 2,70,000-ഓളം സംവിധായകരാണ് കേരളത്തിലുള്ള 3.5 കോടി ആളുകൾ. അവരിൽ ഇത്ര അധികം പേരിൽ 62 ലക്ഷം ഒരു നല്ല നമ്പറാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇൻഡയറക്ട്ലി ഗവൺമെന്റ് സ്കീമുകളുടെ ബെനിഫിറ്റ് നേടുന്നു ഇൻ സം വേ ഓർ ദി അതർ. ഇതൊരു ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആയി വടക്കേ ഇന്ത്യയിലൊക്കെ BJP ഗവൺമെന്റുകൾ നിരന്തരം ഈ ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആയി ക്ഷേമ പദ്ധതികളെ ഉപയോഗിച്ചു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി മുടങ്ങാതെ, ഇടയ്ക്കൊരു മുടക്കം വന്നു എങ്കിലും ഇപ്പോൾ കൃത്യമായി കൊടുക്കുന്നു. അവർ പറഞ്ഞ ഒരു എമൗണ്ടിൽ 2000 രൂപ അത് നൽകുന്നു. ഈ UDF പ്രകടന പത്രികയിൽ 3000 ആയി അത് പറയുന്നു. ശരിയാണ്. UDF ന്യായ് പദ്ധതി കഴിഞ്ഞ തവണ അധികം ഏറ്റില്ല. ഇപ്പോൾ ഇന്ദിര ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ബസ് യാത്ര സൗജന്യമാക്കിയിരിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെറുതെ കൊടുക്കുന്നു. അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ, ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് വേണ്ട ഒരുപാട് ഫ്രീബീസ് അല്ലെങ്കിൽ പ്രോമിസസ് കൊടുക്കും. പക്ഷേ ഇതിൽ മാത്രം വീഴില്ല എന്നാണ് ജനങ്ങൾ പ്രതിപക്ഷം നൽകുന്ന, ഭരണത്തിൽ ഇല്ലാത്ത പ്രതിപക്ഷം തങ്ങൾ അധികാരത്തിൽ വന്നാൽ നൽകും എന്ന് പ്രോമിസ് നൽകുന്നതിനേക്കാൾ ഒരുപക്ഷെ ട്രാക്ക് റെക്കോർഡ്, തങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനം സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് LDF ഏറ്റവും പ്രധാന തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. LDF അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അത് ഒരുപക്ഷെ PR ഏജൻസികളുടെ സഹായത്തോടു കൂടി ഗവൺമെന്റ് സ്പെൻഡിങ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലാണ് ഈ സന്ദേശം ജനങ്ങളിലേക്ക് 290 കോടിയോളം രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയതെന്നാണ് കണക്ക്. ഇത് ടാക്സ് പേയേഴ്സ് മണിയാണ്. അതൊക്കെ ജനം തലധാരിലേക്ക് പരിശോധിക്കാൻ പലരും മെനക്കെടാറില്ല. പക്ഷേ ഒരു വിഷ്വൽ ബോണൻസോ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് കഴിയുന്നു. അതൊരു പ്രതീക്ഷയാണ്. 3ാമത്തെ പ്രതീക്ഷ അവർ തുറന്നു പറഞ്ഞില്ല എങ്കിലും, ഒരു വശത്ത് UDF അനുകൂലമായി മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാകുമ്പോൾ LDF പരമ്പരാഗതമായ വോട്ട് ബാങ്ക് അതൊരു ഹിന്ദു വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ച് CPM ആണ് കേരളത്തിലെ 1ാം നമ്പർ ഹിന്ദു പാർട്ടി എന്ന് നിസ്സംശയം പറയാം. ഭാരതീയ ജനതാ പാർട്ടിയല്ല, മറിച്ച് CPM തന്നെയാണ്. ഈഴവ സമുദായം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള, ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള, കേരള ജനസംഖ്യയുടെ 27% വരുന്ന ഈഴവ പോപ്പുലേഷൻ, അതിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും പല സമയങ്ങളിലായി BJPയിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അത് ദൃശ്യമാണ്. 2021-24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപൻ ഒരു ഒഴുക്കാണ് സംഭവിച്ചത്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരുപക്ഷെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനകൾ,
മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ, അത് മുസ്ലിം വിരുദ്ധമെന്ന് ഒരിക്കലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് വിരുദ്ധ പ്രഖ്യാപനങ്ങൾ അതെല്ലാം തന്നെ ഒരുപക്ഷെ ഹൈന്ദവ ഭൂരിപക്ഷത്തെ ഉദ്ദീപിപ്പിക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ തങ്ങൾക്ക് ചിലത് സംഭവിച്ചു, ചില അബദ്ധങ്ങൾ പറ്റി, ആചാര സംരക്ഷണത്തിന് വേണ്ടി തങ്ങൾ ഒരു ശ്രമം നടത്തിയില്ല, മറിച്ച് വിമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ നവോത്ഥാനത്തിന് വേണ്ടി തങ്ങൾ ബിന്ദു അമ്മണി ഉൾപ്പെടെ ശബരിമലയിൽ കയറ്റി ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭ്രംശം വരുത്തിയതായി മഹാഭൂരിപക്ഷം ഹൈന്ദവരും വിശ്വസിക്കുന്നു. ആ മുറി മുടക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ വളരെ വൈകിയെങ്കിലും സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. തങ്ങൾ അന്ന് പറഞ്ഞതും ചെയ്തതും തെറ്റി എന്നതിന്റെ ഒരു വെയിൽഡ് അഡ്മിഷനായി അതിനെ കാണാം. തുറന്നു പറയുന്നില്ല എങ്കിലും വേണ്ട തിരുത്തലുകൾ വരുത്തി കേരള ഗവൺമെന്റ് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നു എന്നും അതുപോലെ പുരോഗമനം പറയാനുള്ളത് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട് വിശ്വാസ സമൂഹത്തിന്റെ നിലപാടിനോടൊപ്പമാണ് CPM അല്ലെങ്കിൽ LDF എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാറ്റപ്പ് നടക്കുന്നു. അങ്ങനെ ഹിന്ദു കൺസോളിഡേഷൻ ഒരു പരിധി വരെ ഈ BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ട് ഉൾപ്പെടെ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നഷ്ടങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഏതാണ്ട് 80-81 സീറ്റുകളിൽ UDFന് മേൽക്കൈയുണ്ട്. അതിനേക്കാൾ കൂടുതൽ വേവ് ഫോർമേഷൻ ഉണ്ടായാൽ അതിനേക്കാൾ കൂടുതൽ മേൽക്കൈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം. കാരണം ഒരു ഭരണമാറ്റം തീർച്ചയായും ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ അതിന്റെ ഗുണം കിട്ടേണ്ടത് UDFന് തന്നെയാണ്. ചില മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തെ ഒരുപക്ഷെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അത് പ്രത്യേകിച്ചും കഴക്കൂട്ടം വി മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് ഒരു വിജയസാധ്യത കാണുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, വിജയസാധ്യത കാണുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, പാലക്കാട് വിജയസാധ്യത കാണുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു, വിജയസാധ്യത കാണുന്നു. ഈവൻ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ BJP വിജയസാധ്യത കാണുന്നു. 5-6 സീറ്റുകളിൽ കൃത്യമായി വിജയസാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. ആ ഒരു കാഴ്ച അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഹിന്ദു വോട്ടുകളാണ് ചോരുന്നത്. LDFനാണ് ക്ഷീണം സംഭവിക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ LDFന്റെ ബേസാണ് ഇവിടെ തകർന്നത്. അവിടെ UDFനല്ല ദോഷം വന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ UDFന് ദോഷം വരുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ ദോഷമുണ്ടാകുന്നത് LDFനാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ചില ഡാമേജ് കൺട്രോൾ, അതുകൊണ്ട് മൂന്നാമത്തെ ഡയമെൻഷൻ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഒന്നും സാധിച്ചില്ല എങ്കിൽ പോലും ഡാമേജ് കൺട്രോൾ ഫ്രം ദി ഹിന്ദു വോട്ട് ബാങ്ക് ഓഫ് CPM. ഇതാണ് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ, അത് 1, 2, 3 കാര്യങ്ങൾ അതെന്നെ പറഞ്ഞല്ലോ. ഒന്ന്, വികസന വോട്ട് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക, സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക, അത് ക്യാഷ് ഇൻ ചെയ്യുക. 2, സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉള്ള ഒരു വോട്ടായി അതിനെ കണ്ടുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം വീണ്ടും വാങ്ങിയെടുക്കുക. പിന്നെ ഈ ആചാര സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ട നീക്കുപോക്കുകൾ വരുത്തി ജനങ്ങളുടെ മനസ്സുകളെ സജ്ജരാക്കുക, വോട്ട് വാങ്ങിയെടുക്കുക. അതല്ലാതെ ഈ ഭരണവിരുദ്ധത മറികടക്കാൻ, ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഭരണവിരുദ്ധത മറികടക്കാൻ കാര്യമായ ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. കാരണം സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാട്ട് മറിച്ച് സോണിയാഗാന്ധിയെ പോറ്റി കയറി കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്ന ചെവികളാണോ കേരളത്തിലുള്ളത്? അപ്പൊ സോണിയാഗാന്ധി കണ്ടുവെങ്കിൽ സോണിയാഗാന്ധി ഉത്തരം പറയും. അല്ലായെങ്കിൽ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എങ്കിൽ അവരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ കൃത്യമായ നടപടികൾ സമയബന്ധിതമായി എടുക്കാനോ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. അതേസമയം UDFന് ആ മേന്മ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ സംഭവിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പടിയടച്ചു പിണ്ടമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ രഹസ്യമാധ്യമത്തോടുണ്ടാകാം, അത് മറ്റൊരു കാര്യം. പക്ഷെ പരസ്യമായി നടപടിയെടുക്കാൻ VD സതീശനും കോൺഗ്രസും തയ്യാറായി. പിണറായി വിജയൻ അത് തയ്യാറായില്ല. ഈ പി ശശിക്ക് ഉൾപ്പെടെ എതിരെയുള്ള വിവാദങ്ങളിൽ, അല്ലെങ്കിൽ ഈ മറ്റ് മത്സരിക്കുന്ന കോൺഗ്രസിലെ UDFന് വേണ്ടി മത്സരിക്കുന്ന PK ശശിക്ക് എതിരെയും നടപടിയെടുക്കാൻ അപ്പൊ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ ലൈംഗിക അരാജകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായി നടപടിയെടുക്കാൻ CPMന് കഴിഞ്ഞില്ല എന്നത് പ്രതിരോധിക്കുകയും കൂടെ വേണം. അതുകൊണ്ടാണ് ഒരു വശത്ത് വലിയ തോതിൽ CPMന്റെ ഉന്നതരായ നേതാക്കൾ, G സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതുപോലെ ഐഷ പോറ്റി എന്ന് വേണ്ട ചെറുതും വലുതുമായ പല നേതാക്കളും പല ഇടങ്ങളിലായി CPMനോട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഇതെല്ലാം കാട്ടുന്നത് CPM പ്രതിരോധത്തിലായി എന്നതാണ്. പക്ഷെ അതിനെ മറികടക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഫാക്ടേഴ്സ് കൃത്യമായി വർക്ക് ചെയ്താൽ തുടർ ഭരണം സാധ്യമാവും എന്ന കണക്കുകൂട്ടലാണ് LDFനുള്ളത്.
ഓക്കെ, ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ഒരു 20 വർഷം മുമ്പ് ഒരു 2006, 2004 ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ BJPക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു മേൽക്കൈ നമുക്കൊരിക്കലും 20 വർഷം മുമ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ന് 2016 അവർക്ക് ഒരു സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു MBA ലഭിക്കുന്നു. 2026 എത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഒരു ത്രികോണ പോരാട്ടം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കോട്ടയം പോലുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലേക്ക് പോലും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ അവർ സാധിക്കുന്നു. അപ്പോൾ BJP ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. നമുക്കറിയാം ത്രിപുരയിലൊക്കെ നമുക്കറിയാം വളരെ ഒട്ടും തന്നെ അവർക്കൊരു പ്രാതിനിധ്യം ഇല്ലാത്ത മേഖലയിലാണ് അവർ പല സംസ്ഥാനങ്ങളിലൊക്കെ കയറി വന്നത്. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ഭരണത്തിലേക്ക് അങ്ങനെ ഒരു 30 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു നീക്കങ്ങളാണോ BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്? അങ്ങനെയുള്ള നീക്കങ്ങളായിരുന്നു BJP നടത്തിയിരുന്നത്. കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ തക്ക ഒരു സാമുദായിക കൾച്ചറൽ ഗ്രൗണ്ട് ആണോ കേരളം എന്നത് ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. BJP പലപ്പോഴും പറയുന്നത് ഗോവയിൽ ക്രിസ്ത്യൻ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് തുല്യമാണ്. അപ്പൊ അവിടെ BJPക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്നു, ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ സമാഹരിക്കാൻ കഴിയുന്നു. BJP അധികാരത്തിൽ വന്നു, അത് ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ അതിൽ നിർണായകമായി. നോർത്ത് ഈസ്റ്റ് ഒരു സംസ്ഥാനം ഒഴിച്ച് മറ്റെല്ലാ 7 സംസ്ഥാനങ്ങളിൽ ഒന്നൊഴിച്ച് മറ്റെല്ലാം അതൊക്കെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയുള്ളത്. മിസോറാമിലും ക്രിസ്ത്യൻ, നാഗാലാൻഡും ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളാണ്. അപ്പൊ അവിടങ്ങളിൽ ഉൾപ്പെടെ NDAയുടെ ഭരണകൂടങ്ങൾക്ക് വരാൻ സാധിക്കുമ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിൽ നന്നായി സക്സസ്ഫുൾ ആയി പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലും അത് സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം BJP നേതൃത്വം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആദ്യമായി താമരചിഹ്നത്തിലല്ല എങ്കിൽ പോലും ഒരു NDA സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വോട്ടിന്റെ കൂടി അടിസ്ഥാനത്താണ്. ഒരു ക്രിസ്ത്യൻ പാർട്ടിയുടെ IFDP, ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് കേരള കോൺഗ്രസ് PT ചാക്കോയുടെ മകൻ TC തോമസിനെ അന്നത്തെ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുത്തതിൽ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ BJPയുടെ കാഡറും എല്ലാം ഒന്നായി പ്രവർത്തിച്ചു എന്ന് കാണാം. അതുകൊണ്ട് അസാധ്യമായ ഒന്നല്ല. ഒരു NDAക്ക് താമര വിരിഞ്ഞില്ലെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ NDAയുടെ ഒരു സാന്നിധ്യം ആദ്യം എത്തിയ ലോക്സഭയിലാണ്. പിന്നീട് നിയമസഭ 2016 തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ രാജഗോപാൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. അപ്പൊ ജൈവികമായ ഒരു വളർച്ച BJP കാലാകാലങ്ങളിൽ നേടി. അതിന്റെ ഒരു വലിയ ഒരു പ്രഭവം കണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ BJP വിജയിച്ചു വന്നില്ല എങ്കിൽ പോലും അവിടെ വോട്ട് ഷെയർ ഗണ്യമായി ഉയർത്തി. 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ സർവകാല റെക്കോർഡിലെത്തി 19.84% എന്ന് പറഞ്ഞാൽ 20% അടുത്താണ്. അവിടെ നിന്നും ത്രഷോൾഡിലേക്ക് പോകാൻ 30-35% പോയാൽ ത്രികോണ മത്സരത്തിൽ വിന്നബിലിറ്റിയാണ്. അത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ, അത് ഒറീസ ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, BJPക്ക് 20% എന്ന ബെഞ്ച് മാർക്ക് കടക്കാൻ എപ്പോഴെല്ലാം സാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പിന്നീട് BJPക്ക് അടുത്തൊരു 10 ഭരണത്തിൽ വരാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ 2024 ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കാനിറങ്ങിയത്. അത് മാത്രമല്ല, അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ ഗതി നോക്കുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 1ാം സ്ഥാനമായിരുന്നു. അവിടെ ജയിച്ചു വരുന്നില്ല, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അത് സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടെ, മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടെ പല നിയമസഭാ സെഗ്മെന്റുകളിലും BJP 1ാം സ്ഥാനത്തും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമായിരുന്നു. അങ്ങനെ 20 മണ്ഡലങ്ങളിലൂടെ 19 കൃത്യമായി 19 മണ്ഡലങ്ങളിൽ BJPക്ക് ഒന്നുകിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം. അതിൽ നിന്നുകൊണ്ടാണ് ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായി UDF LDF സംവിധാനങ്ങൾക്ക് ബദലായി ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായി BJP ഇതാ കടന്നു വരുന്നു എന്ന പ്രതീതി ഉണ്ടായി. പക്ഷേ അതിനുശേഷം നടന്ന പല കാര്യങ്ങളും, മണിപ്പൂർ കലാപമാകട്ടെ, അതിനുശേഷം നടന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദം, കന്യാസ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഛത്തീസ്ഗഡിലെ നിലപാടുകൾ, കാരോൾ സംഘങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഇപ്പോൾ ഇതാ FCRI ഉൾപ്പെടെ ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരം ക്യാബിനറ്റ് നോട്ടോടുകൂടി മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഇലക്ഷന് തൊട്ട് മുൻപാണ്. ഇത് ഒരു പരിധിവരെ BJPക്ക് പറഞ്ഞു നിൽക്കാനാവില്ല. ബജ്റാങ് ദളിന്റെ പ്രവർത്തകരാണ്, ABVP പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാനാവില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഫണ്ടിങ് സോഴ്സ്, അതിന് സുതാര്യത ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇടപെടാമെന്ന് ഗതി വന്നാൽ തീർച്ചയായും ഒരു ക്രിസ്ത്യൻ ബാക്ക്ലാഷ് ഉണ്ടാകും എന്നതാണ്. അത് പ്രവചിക്കാനാവുന്നത് തന്നെയാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവചിക്കാനാവുന്നതാണ്. ഇത് ഉദ്ദേശശുദ്ധിയല്ല ചോദ്യം ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ടൈമിങ്ങിനെയാണ് കൃത്യമായി ചോദ്യം ചെയ്യുന്നത്. സഭാ നേതൃത്വങ്ങൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. അത് പല രീതിയിൽ ദോഷം ചെയ്യാം. അത് മാത്രമല്ല, ഇതിനിടയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 19.84% കുത്തനതാണ് 15% താഴെ 5% ഇറോഷൻ ഓഫ് ദി BJP വോട്ട്. പക്ഷേ നിർണായകമായ ചില സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുക്കാനായി കോർപ്പറേഷനുകളിൽ, കൊല്ലം കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ, ഏതാനും പഞ്ചായത്തുകളിൽ ഒക്കെ തന്നെ BJPക്ക് സാന്നിധ്യം അറിയിക്കാൻ, വിജയിച്ചു വരാൻ, അല്ലെ വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചു. അതിനർത്ഥം എന്താണ്? BJPക്ക് എല്ലായിടത്തും വേരോട്ടം ഉണ്ടാവില്ല. സെലക്ട് മണ്ഡലങ്ങളിൽ, A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരു 30ഓളം മണ്ഡലങ്ങളുണ്ട്. 30,000-ൽ പരം വോട്ട് BJP പരമ്പരാഗതമായി നേടിയ 30-ൽ പരം മണ്ഡലങ്ങളുണ്ട്. അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, മിക്കതും അർബൻ മണ്ഡലങ്ങളാണ്, ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ രണ്ടിനും ഇടയിൽ 20%-ഓളം 2014-ലും 15% അടുപ്പിച്ച് 2025-ൽ അല്ല 2024-ലും 2025-ലും ലഭിച്ച ഈ 2%, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 20%-നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 15%-ലും മധ്യേ ഉള്ള ഒരു പോയിന്റിൽ എത്തി നിൽക്കാനാണ് ഇപ്രാവശ്യം ഒരു 17% പോപ്പുലർ വോട്ട് കേരളത്തിൽ. പക്ഷെ അത് ചില മണ്ഡലങ്ങളുടെ ഫലങ്ങളെ തീർച്ചയായും നിർവചിക്കാൻ കഴിയുന്ന 0 മുതൽ ഒരുപക്ഷെ 1 മുതൽ 5 വരെ സീറ്റുകളിലേക്ക് BJPക്ക് നീങ്ങാനാവും എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഭരണത്തിൽ വരുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ആരും തന്നെ പറഞ്ഞു കേൾക്കുന്നില്ല. അതൊരു വിഷ്വൽ തിങ്കിങ് ആണ്. അതൊരു വേണമെങ്കിൽ വലിയ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ BJP അനുകൂലികൾക്ക് ചിന്തിക്കാം. ഒരു BJP സർക്കാർ, ഒരുപക്ഷെ BJP ആഗ്രഹിക്കുന്നത് തുടർ ഇടതുപക്ഷ ഭരണം. അത് ലോജിക്കാണ്. അതാണ് UDF പറയുന്ന ലോജിക്ക്. തുടർ ഇടത് ഭരണം കൊണ്ട് കോൺഗ്രസും UDF കക്ഷികളും നാമാവശേഷമാവുകയും അവർ വെക്കേറ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് BJPക്കും NDAയ്ക്കും ഇരച്ചു കയറുകയും ചെയ്യാമെന്ന പ്രതീക്ഷയാണ്. ഭരണത്തിൽ വരിക എന്നതല്ല, മുഖ്യ പ്രതിപക്ഷമാകാൻ എന്നെങ്കിലും സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP ഒരുപക്ഷെ മത്സരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു വരുന്നതായി കാണാം. BJP ചില മേഖലകൾ നേട്ടമുണ്ടാക്കും, ചില സീറ്റുകൾ നേട്ടമുണ്ടാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നില്ല, നേമത്തുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിപ്പോയി. ഒരുപക്ഷെ നേമം, കഴക്കൂട്ടം, പാലക്കാട്, അതുപോലെ ഒക്കെ സീറ്റുകൾ ജയിച്ചു വരാനുള്ള സാഹചര്യം ഒഴിവാക്കാനാവില്ല. പക്ഷെ അത് കണ്ടുകൊണ്ടാണ്. അപ്പൊ പക്ഷേ BJP ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഹാങ്ങിങ് സിറ്റുവേഷൻ, ഒരു ഡബിൾ ഡിജിറ്റിനൊക്കെയാണ് BJP പറയുന്നത്, അതുണ്ടാവില്ലായിരിക്കും. 4-5 സീറ്റ് ലഭിക്കുകയും UDFനോ LDFനോ കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവും എന്ന് നമുക്ക് കാണാം. എന്റെ ഒരു ചിന്ത, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തും UDF പക്ഷത്തുമായി കേരള കോൺഗ്രസുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഭരണത്തിന് വേണ്ട നമ്പർ ഉണ്ടാക്കാൻ, അത് BJP മാറ്റി നിർത്താൻ എന്ന ന്യായം പറഞ്ഞുകൊണ്ടാവാം. അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇത് രാഷ്ട്രീയമാണ്, ഒരുപാട് സാധ്യതകളാണ്. പക്ഷേ കൃത്യമായ ഒരു ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, മുന്നണിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇതൊന്നും പ്രസക്തമല്ലാതെ മാറുകയും ചെയ്യും.